ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ മോഡ്യൂൾ 4ൻ്റെ റിമൈനിങ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസും ക്വിക്സ് ആൻഡ് കണ്ടീഷനും പെർമിയബിലിറ്റി, ഡാർസീസ് ലാ, പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സ്, ലബോറട്ടറി ടെസ്റ്റ് ഇത്രയും നോക്കിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള എഫക്റ്റീവ് സ്ട്രെസ്, കൺസോളിഡേഷൻ, കോമ്പാക്ഷൻ, സിയർ സ്ട്രെങ്ത് ആണ് ഈ വീഡിയോനകത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ക്വിക്ക് സാൻഡിൻ്റെ കണ്ടീഷൻ നേരത്തെ നമ്മൾ നോക്കിയായിരുന്നല്ലോ. എന്തുവാ? എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 0 ഓർ യു കൻ ടെൽ ഇറ്റ് as ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ഡാഷ് ആണ്. ഈ സിഗ്മ എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ് ആണ്. യു എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷറാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ക്വിക്ക് സാൻഡ് കണ്ടീഷനും സോയിൽ ലിക്വിഫാക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താ, ഡിഫറൻസ് എന്താണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടിലും സോയിൽ ഇറ്റ് വിൽ ബിഹേവ്സ് ലൈക്ക് എ ലിക്വിഡ്. ഓക്കെ, ബട്ട് ഈ രണ്ടിനുള്ള ഡിഫറൻസ് എന്തുവാന്ന് വെച്ചാൽ അതിൻ്റെ ആക്ടിവിറ്റി, എന്തുകൊണ്ടാണ് ആ സോയിൽ ലിക്വിഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിനുള്ള ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് പേര് നമ്മൾ മാറ്റം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സോയിൽ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിഹേവ്സ് ലൈക്ക് എ ലിക്വിഡ്. സോയിൽ ബിഹേവ്സ് ലൈക്ക് എ ലിക്വിഡ് ബൈ സഡൻ സീസ്മിക് ആക്ടിവിറ്റി. ഒരു സഡൻ ഷോക്ക് വൈബ്രേഷൻ വരുമ്പോഴാണ് സോയിൽ ഇറ്റ് വിൽ ബിഹേവ്സ് ലൈക്ക് എ ലിക്വിഡ്. ഓക്കെ, പക്ഷേ ക്വിക്ക് സാൻഡ് കണ്ടീഷനിലോ എന്തോ അപ്വേർഡ് സീപ്പേജ് പ്രഷർ കാരണമാണ് നമുക്ക് എന്ത് വരുന്നത്, സോയിൽ ഇസ് ബിഹേവ് ലൈക്ക് എ ലിക്വിഡ്. ഓക്കെ, ഇത് ടെമ്പററി ആണ്, പക്ഷേ ഇത് പെർമനൻ്റ് ആണ്. ഓക്കെ, ഇത് ഒരു വലിയ നെയ്ബർഹുഡ് ഏരിയനെ അഫക്റ്റ് ചെയ്യും, പക്ഷേ ഇത് കുറിപ്പിട്ട ഒരു ചെറിയ സ്ഥലത്തിൽ മാത്രമേ ഇത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് രണ്ടിനുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് കംപ്രഷൻ കോമ്പാക്ഷനിലോട്ട് നമ്മൾ പോവുക. കംപ്രഷൻ എന്തുവാന്ന് വെച്ചാൽ when a compressive load is applied to a soil mass, a decrease in its volume takes place. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ കോക്കനട്ട് മിൽക്ക് എടുക്കാറുണ്ട് അല്ല, തേങ്ങാപ്പാൽ എടുക്കത്തില്ലേ? എങ്ങനെയാണ് അമ്മമാർ ചെയ്യുന്നത്? തേങ്ങ നല്ലോണം തുരുവിയിട്ട് അതിന് ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ അതിനെ ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോഴാണ് പാല്, കോക്കനട്ട് മിൽക്ക് പുറത്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നില്ലേ, ഇങ്ങനെ ഇറുക്കത്തില്ലേ, അതാണ് കംപ്രഷൻ. അപ്പോൾ ഒരു കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ വോളിയം കുറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ വോളിയം റെഡ്യൂസ് ആകുന്നുണ്ട്. അതാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കംപ്രസീവ് അതുപോലെ നിങ്ങൾ സോയിലിലോട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. when a compressive load is applied to a soil mass, a decrease in its volume takes place. ഓക്കെ, ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ compressibility എന്ന് പറയുന്നത്. The ability of a soil to get squeezed and reduce in volume when the pressure is applied. ഓക്കെ, അതാണ് compressibility. അതാണ് ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ compressibility എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ഇൻ വോള്യൂം പെർ യൂണിറ്റ് ഇൻക്രീസ് ഓഫ് പ്രഷർ. നമ്മൾ എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്യുന്നോ അത്രത്തോളം വോള്യൂമിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും. അതാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ കംപ്രസിബിലിറ്റി നടക്കുന്നത് നമുക്ക് രണ്ട് വിധത്തിൽ നടക്കും. ഒന്ന് കോമ്പാക്ഷനിൽ നടക്കാം, അല്ലെങ്കിൽ കൺസോളിഡേഷനിൽ നമുക്ക് പറയാം. ഓക്കെ, കംപ്രസിബിലിറ്റിയിൽ കോമ്പാക്ഷനും കൺസോളിഡേഷനാണ്. രണ്ടിലും ശരിക്കും പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ വോള്യൂം മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇങ്ങനെ പടമായിട്ട് കാണിച്ചിരിക്കുന്നത്. കോമ്പാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു എയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ് കോമ്പാക്ഷൻ. ഓക്കെ, കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു പോർ വാട്ടർ റിമൂവ് ചെയ്യുന്നതാണ്. റിമൂവൽ ഓഫ് വാട്ടർ ആണ് കൺസോളിഡേഷൻ, റിമൂവൽ ഓഫ് എയർ ആണ് കോമ്പാക്ഷൻ. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വെക്കണം. കൺസോളിഡേഷൻ വാട്ടർ, കോമ്പാക്ഷൻ എയർ ആണ്. ഓക്കെ, ഇത് മറക്കല്ലേ. ഇതുപോലുള്ള ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെൽഷൻ ഓഫ് എയർ ഇസ് കോൾഡ് എന്ന് പറഞ്ഞ എന്തോ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമ്പാക്ഷൻ ആണ് എയർ. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് കൺസോളിഡേഷൻ ആണ്. ഈ കൺസോളിഡേഷനിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. പ്രൈമറി കൺസോളിഡേഷൻ, സെക്കൻഡറി കൺസോളിഡേഷൻ ഉണ്ട്. ഓക്കെ, പ്രൈമറി കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സ്പെൽഷൻ ഓഫ് പോർ വാട്ടർ. സെക്കൻഡറി കൺസോളിഡേഷനും ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ടു കൺസോളിഡേറ്റ്. ഓക്കെ, ഡ്യൂ ടു ദ പ്ലാസ്റ്റിക് റീഅഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സോയിൽ മോളിക്യൂൾസ്. കോമ്പാക്ഷൻ ഇൻസ്റ്റന്റേനിയസ്, പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ് കോമ്പാക്ഷൻ. ഓക്കെ, കൺസോളിഡേഷൻ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്,
കോമ്പാക്ഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൺസോളിഡേഷൻ നോക്കാം. എന്താണ് നമ്മൾ നേരത്തെ നോക്കിയത്? കൺസോളിഡേഷൻ ഇസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സ്പൾഷൻ ഓഫ് വാട്ടർ. എവിടെ നിന്നാണ് ആ എക്സ്പൾഷൻ നടക്കുന്നത്? ഫ്രം ഇറ്റ്സ് വോയിഡ്സ്. ഓക്കെ, എപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇതാണ് കൺസോളിഡേഷൻ. ഒന്ന് മാത്രം ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു എക്സ്പൾഷൻ ഓഫ് വാട്ടർ. ഓക്കെ, അത് മാത്രം നല്ലോണം ഓർത്ത് വയ്ക്കുക. ഓർ നമുക്ക് ഇങ്ങനെയും പറയാം, സോയിൽ വോളിയം റിഡക്ഷൻ ഡ്യൂ ടു എക്സ്പൾഷൻ ഓഫ് വാട്ടർ അണ്ടർ എക്സ്റ്റേണൽ ലോഡ് ഓർ സ്ട്രെസ്. ഇറ്റ് മെയിൻലി അക്കേഴ്സ് ഇൻ എ സാച്ചുറേറ്റഡ് ഫൈൻ ഗ്രെയിൻ സോയിൽസ്. ക്ലേസിലാണ് കൂടുതൽ ഇത് സംഭവിക്കാറുണ്ട്. ഇതിന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ടെസ്സാഹിன்ற ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ആസ് എ തിയറി ടു പ്രിഡിക്റ്റ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, the volume of soil mass at any time is related to the effective stress in the soil at that time and not to the total stress. അപ്പം consolidation is occurs mainly due to the effective stress. Sigma dash ആണ് മെയിൻലി ഇതിൽ പ്ലേ ചെയ്യുന്നത്. ടോട്ടൽ സ്ട്രെസ് സിഗ്മ ഇല്ല, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, consolidation settlement is a function of effective stress but not the function of total stress. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് നോക്കി? Consolidation is a time dependent settlement. It is mainly due to the expulsion of water under static load. ഓക്കെ, അത് എവിടെയാണ് സംഭവിക്കുന്നത്? ക്ലേസിലെയാണ്, ഫൈൻ ഗ്രെയിൻ സോയിൽസിലാണ്, സാച്ചുറേറ്റഡ് ഫൈൻ ഗ്രെയിൻ സോയിൽസിലെയാണ് വരുന്നത്. ആരാ അതിനെ കണ്ടുപിടിച്ചത്? ടെർസാഗിയാണ്. ഓക്കെ, ഈ കൺസോളിഡേഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ഡാഷ്. ഓക്കെ, ഇതിങ്ങനെ ഓർത്ത് വയ്ക്കുക. കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ് ഇൻ എ ഫീൽഡിൽ ഇങ്ങനെയാണ് നമുക്ക് പണം തന്ന് ഇതിൽ സ്ട്രെസ് എത്രയാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദിസ് എക്സ്റ്റേണൽ സ്ട്രെസ് അപ്ലൈഡ് ഓൺ ദ സോയിൽ സ്ട്രാറ്റം ഇൻ ദ ഫീൽഡിൽ സോയിൽ സാൻഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ആയിരിക്കും, ക്ലേ ആണെങ്കിൽ കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ് ആയിരിക്കും. ഓക്കെ, സാൻഡിൽ പോർസ് ഒക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് ക്വിക്ക് ഡ്രെയിനേജ് ഓഫ് വാട്ടർ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് സെറ്റിൽമെൻറ്റ് പെട്ടെന്ന് തന്നെ നടക്കും. ഓക്കെ, ക്ലേ ആകുമ്പോൾ വോയിഡ്സ് കുറവാണ്, അതുകൊണ്ട് സ്ലോ ഡ്രെയിനേജ് ഓഫ് വാട്ടർ. കൺസോളിഡേഷൻ ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, സെറ്റിൽമെൻറ്റ് എടുക്കാൻ സമയമെടുക്കും. ഓക്കെ, ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഇപ്പം നമ്മൾ സെറ്റിൽമെൻറ്റ് നോക്കി. ഈ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഇതെല്ലാ സെറ്റിൽമെൻറ്റും കൂടി ആഡ് ചെയ്താലേ നമുക്ക് സെറ്റിൽമെൻറ്റ് എത്രയാണുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ബിൽഡിങ് അത് താഴോട്ട് ഇറങ്ങുന്ന, ഗ്രൗണ്ട് ലെവലിലേന്ന് താഴോട്ട് ഇറങ്ങുന്ന ആ സംഭവമാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ആ സെറ്റിൽമെൻറ്റ് അവർ 3 രീതിയിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ്, ക്രീപ്പ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ്, ക്രീപ്പ് സെറ്റിൽമെൻറ്റ്. ഇപ്പോൾ ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എലാസ്റ്റിക് സെറ്റിൽമെൻറ്റ് എന്നും പറയാം. ഓക്കെ, കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റിന് പ്രൈമറി സെറ്റിൽമെൻറ്റ് എന്നും പറയാം. ഈ ക്രീപ്പ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി സെറ്റിൽമെൻറ്റ് ആണ്. ഓക്കെ, ഇത് ഈ 3 സെറ്റിൽമെൻറ്റും ആഡ് ചെയ്താലേ നമുക്ക് ടോട്ടൽ സെറ്റിൽമെൻറ്റ് എത്രയാണുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് ലോഡ്. ഒരു ലോഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് താഴോട്ട് ഇറങ്ങിയാൽ അതാണ് ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, അല്ലെങ്കിൽ എലാസ്റ്റിക് സെറ്റിൽമെൻറ്റ് എന്ന് പറയും. ഓക്കെ, എന്തുകൊണ്ടാണ് അത് നടക്കുന്നത്? എലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ആയിരിക്കാം ആൻഡ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ചെറുതായിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സ്ഥലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങും. പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് പ്രോമിനൻറ്റ് ഇൻ സാൻഡ്സ്, ഗ്രാവൽ ആൻഡ് അൺസാച്ചുറേറ്റഡ് സോയിൽസിലാണ്. ഓക്കെ, സാൻഡും ഗ്രാവലും അൺസാച്ചുറേറ്റഡ് സോയിൽസ് ആകുമ്പോൾ നമുക്ക് ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ് നടക്കും. കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ്, പ്രൈമറി സെറ്റിൽമെൻറ്റ്, ഇതെന്തുവാ? ടൈം ഡിപ്പെൻഡൻറ്റ് സെറ്റിൽമെൻറ്റിന് നമ്മൾ കണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഡ്യൂ ടു ദ എക്സ്പൾഷൻ ഓഫ് വാട്ടറിന് നമ്മൾ നോക്കി. എന്താ ഇത് നടക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് കോസസ് റിഡക്ഷൻ ഇൻ ദ വോള്യൂം ഡ്യൂ ടു ദ വാട്ടർ ലിവിങ് ദ സോയിൽ പോർസ്. ഓക്കെ, ഇത് എവിടെയാണ് നടക്കുന്നത്? സാച്ചുറേറ്റഡ് സോയിൽസിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഓക്കെ, ഫൈൻ ഗ്രെയിൻ സോയിൽസ് ലൈക്ക് ക്ലേ ആണെങ്കിൽ സ്ലോ കൺസോളിഡേഷനും, കോഴ്സ് ഗ്രെയിൻ സോയിൽ ലൈക്ക് സാൻഡ് ആൻഡ് ഗ്രാവൽ ആണെങ്കിൽ കൺസോളിഡേഷൻ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ സോയിലിൻ്റെ ലെയർ തിക്നെസ് അനുസരിച്ചും റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് മാറും. ഓക്കെ, കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിൽ റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് വിൽ ബി വെരി ലോ. ഓക്കെ, ക്രീപ്പ് സെറ്റിൽമെൻറ്റ് ആണെങ്കിൽ സെക്കൻഡറി സെറ്റിൽമെൻറ്റ് ആണ്, പ്രൈമറി സെറ്റിൽമെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, എക്സ്പൾഷൻ ഓഫ് വാട്ടറിന് നമ്മൾ പറഞ്ഞു
അപ്പോൾ അത് നടക്കുമ്പോഴാണ് പ്രൈമറി സെറ്റിൽമെൻറ്റ് വരുന്നത്. അത് എപ്പോഴാണ് തീരുന്നതെന്ന് വെച്ചോ, ആ എക്സ്പൾഷൻ ഓഫ് വാട്ടർ എപ്പോഴാണ് തീരുന്നതോ ആ സമയം തൊട്ടാണ് ക്രീപ്പ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി ഗ്രാജുവൽ, ഇയേഴ്സിലേருந்து ഡീക്കേഡ്സ് വരെ ആകാം. ഓക്കെ, ഇറ്റ് ഈസ് എ ലോങ് ടേം ഡിഫർമേഷൻ, reorientation and rearrangement of soil particles under a constant effective stress. അത് സോയിലുള്ള പോർസ് ഒക്കെ പോയല്ലോ, അപ്പോൾ തിരിപ്പി റീഅറേഞ്ച്മെൻറ്റ് നടക്കത്തില്ലേ, അതാണ് ക്രീപ്പ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഇൻ സോഫ്റ്റ് ക്ലേസ്, ഓർഗാനിക് സോയിൽസ് ആൻഡ് പീറ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാം കൂടി ആഡ് ചെയ്തെന്നതാണ് ടോട്ടൽ സെറ്റിൽമെൻറ്റ്. ഓക്കെ, അത് എവിടെയാണ് നടക്കുന്നതെന്ന് ഒന്ന് നോക്കി വയ്ക്കണം. ഇതാകുമ്പോൾ ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ആകുമ്പോൾ സാൻഡ് ആൻഡ് ഗ്രാവൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അതിനനുസരിച്ച് എവിടെയാണ് സാച്ചുറേറ്റഡ് സോയിൽസിലെയാണ് കൂടുതൽ വരുന്നത് പ്രൈമറി സെറ്റിൽമെൻറ്റ്. ഓക്കെ, സോഫ്റ്റ് ക്ലേസ് ആയിരിക്കും സെക്കൻഡറി സെറ്റിൽമെൻ്റ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഈ സെറ്റിൽമെൻറ്റ് വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബിൽഡിങ്സ് അതിൻ്റെ പൊസിഷനിൽ നിന്ന് മാറും. അപ്പോൾ ആ ചേഞ്ച് ആകുന്നതും ഒരു 3 ഡിഫറൻഷിയേഷൻ ഉണ്ട്. യൂണിഫോം സെറ്റിൽമെൻറ്റ് ഉണ്ട്, ടിപ്പിംഗ് സെറ്റിൽമെൻറ്റ് ഉണ്ട്, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉണ്ട്. ഓക്കെ, യൂണിഫോം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് അങ്ങനെ തന്നെ താഴോട്ട് ഇത്രയും പൊസിഷൻ താഴോട്ട് ഇറങ്ങുന്നതാണ്. ഫോർ എക്സ് സെൻറ്റിമീറ്റർ ഇങ്ങനെ ഇറങ്ങും. ഇതാണ് യൂണിഫോം സെറ്റിൽമെൻറ്റ്. ഇതിനകത്ത് ക്രാക്സ് കാണത്തില്ല. ഓക്കെ, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആണെങ്കിലോ ബിൽഡിംഗ് ഒരു സ്ഥലത്തിൽ ഇങ്ങനെ ക്രാക്ക് വരാൻ തുടങ്ങും. അതാണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. അപ്പം നമ്മുടെ വീട്ടിൽ ചിലപ്പം ഇത് ഒരു കാരണമായിരിക്കാം. നമ്മുടെ വീട്ടിൽ ചിലപ്പം ക്രാക്സ് വരാൻ തുടങ്ങിയാൽ മേ ബി ഡ്യൂ ടു വൺ ഓഫ് ദ റീസൺ സെറ്റിൽമെൻറ്റ് ആയിരിക്കാം. പിന്നെ പ്ലാസ്റ്ററിങ്ങിൽ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് ക്രാക്സ് ഒക്കെ വരും. ഇത് ഒരു റീസൺ ആയിരിക്കാം. അവിടുത്തെ സോയിൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ അനുസരിച്ചായിരിക്കും നമുക്കിത് ഉറുതി ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ടിപ്പിംഗ് സെറ്റിൽമെൻറ്റ് ഓഫൻ വിത്തൗട്ട് ക്രാക്സ് ആണ്. ഇതിന് പറയുന്നത് വീട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ചരിഞ്ഞു പോകുന്നതാണ്. ഇനി അടുത്ത് പാരാമീറ്റേഴ്സ് ഫോർ ക്വാണ്ടിഫൈയിങ് കൺസോളിഡേഷൻ. ഇപ്പം നമുക്ക് 3 സെറ്റിൽമെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഈ കൺസോളിഡേഷൻ ഈ സെറ്റിൽമെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമീഡിയറ്റ് സെറ്റിൽമെൻറ്റിന് പോയ്സോൺസ് റേഷ്യോ, ഇൻഫ്ലുവൻസ് ഫാക്ടർ, എലാസ്റ്റിക് മോഡുലസ് വെച്ച് പറയാം. ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺ പെനിട്രേഷൻ ടെസ്റ്റും സാൻഡഡ് പെനിട്രേഷൻ ടെസ്റ്റും ആണ് ചെയ്യുന്നത്. ഫീൽഡ് ടെസ്റ്റാണ്. ഓക്കെ, പ്രൈമറി സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കംപ്രഷൻ ഇൻഡെക്സ് വെച്ചിട്ട് പറയാം, ഇനിഷ്യൽ വോയിഡ് റേഷ്യോ വെച്ചിട്ട് പറയാം, പ്രീ കൺസോളിഡേഷൻ പ്രഷർ വെച്ചിട്ട് പറയാം, കോഎഫിഷ്യൻറ്റ് ഓഫ് കൺസോളിഡേഷൻ വെച്ച് പറയാം, കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി വെച്ചിട്ട് പറയാം. ഓക്കെ, ഇതിന് ഈ ഫാക്ടേഴ്സൊക്കെ നമ്മൾ ഈ പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ലാബ് ടെസ്റ്റ്, ഈഡോമീറ്റർ ടെസ്റ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കൺസോളിഡോമീറ്റർ ടെസ്റ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് പാരാമീറ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്കൻഡറി കംപ്രഷൻ ഇൻഡെക്സ് വെച്ചിട്ടാണ് പറയുന്നത്. ഇതും ഈ കൺസോളിഡോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പാരാമീറ്റേഴ്സാണ്. ഒരു സെറ്റിൽമെൻറ്റ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ് ഇത്രയും. ഓക്കെ, ഇതിൻ്റെ ഡെഫിനീഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അടുത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത 1 ഡയമെൻഷണൽ തിയറി ടെർസാഹിൻ്റെ തിയറിയിൽ. അപ്പോൾ അവർ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അവർ അസംഷൻ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. സോയിൽ ഹോമോജീനിയസ് സോയിൽ എന്നാണ് അവർ അസ്യൂം ചെയ്തിരിക്കുന്നത്. പിന്നെ സോയിൽ ഇസ് ഫുള്ളി സാച്ചുറേറ്റഡ് എന്നും അവർ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, coefficient of consolidation remains constant throughout the soil mass and also remains constant with the time. പിന്നെ coefficient of permeability is constant. Darcy's law for the flow of water through the soil masses validന് നമ്മൾ എടുത്തിട്ടുണ്ട്. കൺസോളിഡേഷനിൽ 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. അതുകൊണ്ട് വാട്ടർ ഫ്ലോസ് ഇൻ ഓൺലി 1 ഡയറക്ഷന് മാത്രമേ നമ്മൾ ഈ തിയറിനകത്ത് ടെർസാഗീസ് തിയറിനകത്ത് അസംഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ടെർസാഗീസ് കൺസോളിഡേഷൻ തിയറി is applicable to 1 dimensional consolidation test. ഓക്കെ, ഈ ലാബ് ടെസ്റ്റ് എന്തുവാണെന്ന് വെച്ചാൽ കൺസോളിഡോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് സോയിൽ ഹോമോജീനിയസ് ആണ്, ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്. പിന്നെ ഡാർസീസ് ലാ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. പിന്നെ വാട്ടർ ഫ്ലോസ് ഇൻ ഓൺലി 1 ഡയറക്ഷൻ. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുപോലെ റിസൾട്ടിങ് സെറ്റിൽമെൻറ്റ് ഓൾസോ അക്കേഴ്സ് ഇൻ ഓൺലി 1 ഡയറക്ഷൻ. അത് നല്ല ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ ലാബിനകത്ത് ചെയ്ത് കാണുമായിരിക്കും അല്ലേ. ഇത് നമ്മൾ ഒരു
2 പോറസ് സ്റ്റോൺസിന് അടുക്കെയാണ് നമ്മുടെ സാമ്പിൾ ഉള്ളത്. മേലെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. ഇതാണ് കൺസോളിഡേഷൻ സെല്ല്. നമ്മൾ അവിടെ നിന്ന് ഒരു ലോഡ് kg നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, ലോഡ് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഡയൽ ഗേജ് റീഡിംഗ് എടുക്കും. ഇതാണ് കൺസോളിഡോമീറ്റർ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇറ്റ് ഈസ് എ ലബോറട്ടറി മെത്തേഡ്. എന്തിനു വേണ്ടിയിട്ട്? യൂസ് ടു ഡിറ്റർമൈൻ ദ റേറ്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, എവിടെയാ? ഇൻ എ സാച്ചുറേറ്റഡ് ഫൈൻ ഗ്രെയിൻ സോയിൽസ് ലൈക്ക് ക്ലേ അണ്ടർ വെർട്ടിക്കൽ ലാറ്ററൽ റിസ്ട്രെയിൻഡ് ലോഡിംഗ്. ഓക്കെ, നമ്മൾ വെർട്ടിക്കലായിട്ട് ലോഡ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലാബ് മെത്തേഡ് ചെയ്യുന്നത്? ടു ഡിറ്റർമൈൻ ദ റേറ്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെറ്റിൽമെൻറ്റ്. ഇപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് കംപ്രഷൻ ഇൻഡെക്സ്. റേറ്റ് ഓഫ് ദ സെറ്റിൽമെൻറ്റ് ആണ് കോഎഫിഷ്യൻറ്റ് ഓഫ് കൺസോളിഡേഷൻ. ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസോളിഡോമീറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിൽ 2 കോമ്പോണൻ്റ് ഉണ്ട്. ലോഡ് സിസ്റ്റം ദാറ്റ് അപ്ലൈസ് ദ പ്രഷറും പിന്നെ കൺസോളിഡേഷൻ സെല്ലും ഉണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കൂല്ലേ, ആ ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ വോയിഡ് റേഷ്യോ വേഴ്സസ് ലോഗ് പ്രഷർ. ഓക്കെ, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് വേഴ്സസ് ടൈം. ഈ 2 ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഒന്ന് സെമി ലോഗറിതമിക് ഗ്രാഫാണ്, മറ്റത് നോർമൽ ഗ്രാഫാണ്, സെറ്റിൽമെൻറ്റ് വേഴ്സസ് ടൈം. ഓക്കെ, ഇനി അടുത്ത് കൺസോളിഡോമീറ്റർ ടെസ്റ്റിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഗ്രാഫിൽ ടൈം സെറ്റിൽമെൻറ്റ് ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് CV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡിൽ 2 മെത്തേഡുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് ടൈം മെത്തേഡ് ഓർ യു കെൻ ടെൽ ഇറ്റ് സ്ക്വയർ റൂട്ട് ഫിറ്റിംഗ് മെത്തേഡ് എന്ന് പറയാം. ലോഗറിതമിക് ഓഫ് ടൈം മെത്തേഡ് അല്ലെങ്കിൽ ലോഗറിതമിക് ഫിറ്റിംഗ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അതിനെ കണ്ടുപിടിച്ച ആ മെത്തേഡ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരും കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. സ്ക്വയർ മെത്തേഡ് ആണെങ്കിൽ ടൈലേഴ്സ് മെത്തേഡ് എന്ന് പറയും. ലോഗറിതം മെത്തേഡ് ആണെങ്കിൽ കാസാഗ്രൻഡെ മെത്തേഡ് എന്നും പറയും. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാണെന്ന് വെച്ചാൽ, സ്ക്വയർ റൂട്ട് മെത്തേഡ്, ടൈലേഴ്സ് മെത്തേഡ് ഹൈ പെർമിയബിലിറ്റി സോയിൽസ് ലൈക്ക് സാൻഡിൽ യൂസ് ചെയ്യാം. ഇത് ലോ പെർമിയബിലിറ്റി ക്ലേന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കാസാഗ്രൻഡെ. CC അങ്ങനെ എടുക്കുക. ഓക്കെ, CC അങ്ങനെ എടുക്കുക. സാൻഡ് സ്ക്വയർ റൂട്ട് മെത്തേഡ്, ടൈലേഴ്സ് മെത്തേഡ്. ഓക്കെ, ഇതിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്കെയില് സ്ക്വയർ റൂട്ട് ഓഫ് ടൈമിന് എടുക്കും. ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ √T വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതാണ്. ഇതിൽ ലോഗറിതമിക് ടൈം മെത്തേഡ് ആയതുകൊണ്ട് ഒരു സ്കെയില് ലോഗ് സ്കെയിൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ ടൈലർ കോൺസെൻട്രേറ്റ് ചെയ്തത് 90% കൺസോളിഡേഷനെ കോൺസെൻട്രേറ്റ് ചെയ്തു. കാസാഗ്രൻഡെ മെത്തേഡിൽ 50% കൺസോളിഡേഷനെ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, T19ൻ്റെ വാല്യൂ ആണ് 0.848, T15ൻ്റെ വാല്യൂ ആണ് 0.197. അപ്പോൾ ഈ CV വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഫാർമുല വെച്ചിട്ടാണ്. ഇതിൽ T എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ടൈം ഫാക്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇത് നല്ലോണം പഠിച്ചു വെക്കണം കേട്ടോ. എല്ലാ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതുന്നതിനകത്ത് ഇത് ചോദിക്കാറുണ്ട്. CV is equal to T into H² divided by T ആണ്. T is the time factor. Okay, CV is the coefficient of consolidation. T is the time record for any degree of consolidation. ഈ H എന്ന് പറയുന്നത് ലെങ്ത്, ഡ്രെയിനേജ് പാത്തിൻ്റെ ലെങ്ത് ആണ്. ഇത് 1 way ഡ്രെയിനേജ് ആണെങ്കിൽ ആ H വാല്യൂ അങ്ങനെ തന്നെ ഇടാം. 2 way ഡ്രെയിനേജ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ പകുതിയെ ഇടാൻ പറ്റത്തുള്ളൂ. H is equal to H/2 എന്ന് എഴുതണം. ഓക്കെ, ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോർമുലയാണ് പിന്നെയും ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളത്. ഇത് ഈ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ വെച്ചിട്ട്, ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ലെസ് ദാൻ 60% ആണെങ്കിൽ ഈ ഫോർമുല അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നേരത്തെ നോക്കിയില്ലേ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൺസോളിഡേഷൻ ഓർ സെറ്റിൽമെൻറ്റ്. ഇത് എതിലെ ഡിപ്പെൻഡ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ കംപ്രസിബിലിറ്റി ഓഫ് സോയിൽ ആണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് കംപ്രഷൻ ഇൻഡെക്സ് CC ആണ്. റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് CVയിലാണ്. അതാണ് ഇപ്പോൾ നേരത്തെ നോക്കിയത്. ബട്ട് ദിസ് റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കംപ്രസിബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഓക്കെ, ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ is denoted by U, expresses how much of the total settlement has occurred at the given time. ഓക്കെ, ടോട്ടൽ സെറ്റിൽമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. ഓക്കെ, ഇപ്പോൾ ഇതിൽ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നോക്കി. അപ്പോൾ ഈ കംപ്രഷൻ ഇൻഡെക്സ് അടുത്ത് നോക്കുക, അതിനടുത്ത് CV നോക്കുക. ഓക്കെ, കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ദ ലീനിയർ പോർഷൻ ഓഫ് ദ കർവ്. എന്തിൻ്റെ കർവ് ആണ്? ലോഗും
ലോഗ് കർവ് നമ്മൾ നോക്കിയില്ലേ, CCയിൽ നമ്മൾ കൺസോളിഡോമീറ്റർ ടെസ്റ്റിൽ നമ്മൾ 2 ഗ്രാഫ് വേണമെങ്കിൽ വരയ്ക്കാം. ഒന്ന് സെമി ലോഗറിതമിക് ഗ്രാഫ് വരയ്ക്കാം, മറ്റേത് സെറ്റിൽമെൻറ്റ് വേഴ്സസ് ടൈം വരയ്ക്കാം. അപ്പോൾ ഇതിൽ മറ്റേ എഫക്റ്റീവ് സ്ട്രെസ് ഓൺ ലാഗ് സ്കെയിലും വോയിഡ് റേഷ്യോ ഓൺ ദ വൈ സ്കെയിലും എടുത്ത് ചെയ്യുമ്പോൾ ഇതിലുള്ള ഈ ലീനിയർ ലൈനില്ലേ, ഈ ലീനിയർ ലൈനിൻ്റെ സ്ലോപ്പാണ് CC എന്ന് പറയുന്നത്, കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ dimensionless parameter. Okay, the slope of the linear portion of the curve drawn between the effective stress and void ratio. Okay, effective stress log scale ആണ്, void ratio normal scale ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു, അതിൻ്റെ സ്ലോപ്പാണ് നമ്മൾ CC എന്ന് പറയുന്നത്. അത് ഒരു dimensionless parameter ആണ്. Okay, it is used to estimate the consolidation settlement of clays under the buildings or embankments. നമ്മൾ ചെയ്യുന്നത് കൺസോളിഡോമീറ്റർ ടെസ്റ്റിലാണ്. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഓക്കെ, ഇൻ കേസ് നമുക്ക് ഡേറ്റ അവൈലബിൾ ആയിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം എംപിറിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്യാം. അതും സയൻറ്റിസ്റ്റ് തന്നിട്ടുണ്ട്. ഇത്രയും സയൻറ്റിസ്റ്റ് നമുക്ക് ആ എംപിറിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. അവർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫീൽഡ് സാമ്പിളിന് വേണ്ടിയിട്ടും റീമോൾഡഡ് സാമ്പിളിന് വേണ്ടിയിട്ടും ഒരു ഡിസൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഫീൽഡ് സാമ്പിൾ ഇസ് ഈക്വൽ ടു 1.3 times the compression index of remolded sample. ഈ റീമോൾഡഡ് സാമ്പിളിൻ്റെ ഫോർമുല മാത്രമാണ് ഞാൻ തന്നിരിക്കുന്നത്. അതാകുമ്പോൾ ഒരു ഫോർമുല പഠിച്ചാൽ പോരെ. 0.007 ലിക്വിഡ് ലിമിറ്റ് -10. ഓക്കെ, 0.007 007 ലിക്വിഡ് ലിമിറ്റ് -10. ഇത് ഇൻറ്റു 1.3 ഇടുമ്പോൾ ഈ ഫീൽഡ് സാമ്പിളിൻ്റെ ഫോർമുല കിട്ടും. ഓക്കെ, മനസ്സിലായോ? അതുപോലെ കംപ്രസിബിലിറ്റി ഇൻക്രീസസ് ഇൻ ഓർഡർ ഓഫ് സാൻഡിന് വളരെ കുറവായിരിക്കും. ക്ലേ മാത്രമാണ് ഇതിൽ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ക്ലേയിൻ്റെ മിനറൽസ് കൂടുതലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വരുന്നത്. ഓക്കെ, സാൻഡ് കുറവായിരിക്കും. ഓക്കെ, എ ഹയർ CC മീൻസ് എ ലാർജർ സെറ്റിൽമെൻറ്റ് അണ്ടർ ലോഡ്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് കോഎഫിഷ്യൻറ്റ് ഓഫ് കൺസോളിഡേഷൻ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പം ഇതിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. എഫക്റ്റീവ് സ്ട്രെസ്, ലീനിയർ വോയിഡ് റേഷ്യോ. ഇതിലുള്ള ഈ ലോഗ് സ്കെയിൽ വരയ്ക്കുമ്പോഴോ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വരുമ്പോൾ ഈ ലീനിയർ വരയ്ക്കുന്നില്ല, ഇതിൻ്റെ സ്ലോപ്പാണ് CC എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഈ ഗ്രാഫ് ഇത് ലോഡിങ് കണ്ടീഷനിലാണ് ഇങ്ങനെ താഴോട്ട് വരുന്നത്. ഇങ്ങനെ തിരിച്ച് വരുന്നത് എന്തുവാണെന്ന് വെച്ചാൽ അൺലോഡിങ് കണ്ടീഷനാണ്. ഓക്കെ, തിരിച്ച് വരുന്ന അൺലോഡിങ് കണ്ടീഷനാണ്. ആ സ്ലോപ്പ് ഇതാണ് നമ്മൾ സ്വെല്ലിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദ റീബൗണ്ട് അൺലോഡിങ് കർവ് ഇൻ എ വോയിഡ് റേഷ്യോ വേഴ്സസ് ലോഗ് എഫക്റ്റീവ് സ്ട്രെസ് ലോഗ് ഗ്രാഫ്. ഓക്കെ, ഈ തിരിച്ച് വരുമ്പോൾ ഈ കർവിൻ്റെ സ്ലോപ്പാണ് സ്വെല്ലിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ പൊട്ടൻഷ്യൽ എക്സ്പാൻസീവ്നെസ് ഓഫ് ദ സോയിൽ ആസ് ഇറ്റ് റീബൗണ്ട്സ് ആഫ്റ്റർ ബീയിങ് അൺലോഡഡ് ഓർ ഡൂയിങ് സ്വെല്ലിംഗ് അപ്പോൺ വെറ്റിംഗ്. ഓക്കെ, നേരെ ഡൗൺ ആകുമ്പോൾ ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിലുള്ള സ്ലോപ്പാണ് CC എന്ന് പറയുന്നത്. പിന്നെ അൺലോഡിങ് കണ്ടീഷനിലുള്ള കർവിലുള്ള സ്ലോപ്പാണ് സ്വെല്ലിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്പാൻസീവ്നെസ് ഓഫ് ദ സോയിൽ. ഓക്കെ, ഇനി അടുത്ത് കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി. ഈ കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റിയിൽ വന്ന് ഇതിൻ്റെ നൊട്ടേഷൻ AV ആണ്. ഓക്കെ, ഈ AV എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയൂം ഓഫ് സോയിൽ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ. ഓക്കെ, പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ വോളിയൂമിൻ്റെ ചേഞ്ച് നടക്കുമെന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെയാണുള്ള ആ റേഷ്യോ ആണ് കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് യു ക്യാൻ ടെൽ ഇറ്റ് എസ് സീക്കൻഡ് സ്ലോപ്പ് ഓഫ് ദി എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് വോയിഡ് റേഷ്യോ കർവ്. AV എന്ന് പറയുന്നത് എന്തുവാ, -ΔE/ΔP. ഈ നെഗറ്റീവ് സൈന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോരോ പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ വോളിയൂം ഡിക്രീസ് ആകുന്നില്ലേ, അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് മൈനസ്. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതിന് സീക്കൻഡ് സ്ലോപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ സീക്കൻഡ് തീറ്റ അതല്ല, ഈ സീക്കൻഡ് എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ദ ചേഞ്ച് ഇൻ ഫങ്ഷൻ. ഇവിടെ വോളിയൂം ചേഞ്ച് ആകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവറേജ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതാണ് സീക്കൻഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫങ്ഷൻ ഓഫ് എ വോളിയൂം, അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതാണ് സീക്കൻഡ് സ്ലോപ്പ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് വോയിഡ് റേഷ്യോ കർവ്. ഓക്കെ, കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയൂം ചേഞ്ച് MV എന്തുവാണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയൂം ഓഫ് സോയിൽ പെർ യൂണിറ്റ് ഓഫ് ഇനിഷ്യൽ വോളിയൂം ടു ദ ഇൻക്രീസ് ഇൻ പ്രഷർ. Okay, it is also called as coefficient of volume compressibility
or modulus of volume change എന്ന് പറയാം. ഇതിൽ നെഗറ്റീവ് സൈൻ ഉണ്ട്. ആ ഫോർമുലാനകത്ത് നിങ്ങൾ ഡെറിവേഷനകത്ത് നോക്കുമ്പോൾ എം ബി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫിന് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് രണ്ട് ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ പി എടുക്കുമ്പോൾ എ വിന് വരും. ഓക്കെ, എ വി ഓൾറെഡി മൈനസ് അല്ലേ, അപ്പോൾ മൈനസ് മൈനസ് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, അതുകൊണ്ടാണ് ഫൈനലി നമുക്ക് മൈനസ് വരാത്തത്. ഓക്കെ, എ വി ഡിവൈഡ് ബൈ 1 + E0 ആണ്. ഓക്കെ, ഇനി അടുത്ത് ഡിഗ്രി ഓഫ് കൺസോളിഡേഷന് നമ്മൾ 3 വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സെറ്റിൽമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല, എക്സസ് പോർ പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല. അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം സെറ്റിൽമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ സ്മോൾ h ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യാപിറ്റൽ H ഇൻറ്റു 100 ആണ്. ഈ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ് വന്ന ആ വാല്യൂ ആണ് ഡെൽറ്റ H. ഓക്കെ, ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഓഫ് എ സോയിൽ ആഫ്റ്റർ എ ടൈം ടി ആണ് ഡെൽറ്റ H. ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ കിട്ടും. ദാറ്റ് ഈസ് യുവർ ടോട്ടൽ കൺസോളിഡേഷൻ. ഓക്കെ, ടോട്ടൽ സെറ്റിൽമെൻറ്റ്. ഇനി അടുത്ത് വെൻ ദ വോയിഡ് റേഷ്യോ ഇസ് ഗിവൻ ആണെങ്കിൽ E0 മൈനസ് ഇ ഡിവൈഡ് ബൈ E0 മൈനസ് E100. E0 എന്ന് പറയുന്നത് ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ്, ദാറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ്. ഇ എന്ന് പറയുന്നത് നാച്ചുറൽ വോയിഡ് റേഷ്യോ ആണ്. E100 എന്ന് പറയുന്നത് ഫൈനൽ. ഓക്കെ, വോയിഡ് റേഷ്യോ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സോയിൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ കൺസോളിഡേഷൻ. ഓക്കെ, ഇതിൽ T0 ആണെങ്കിൽ അറ്റ് ദ ഇനിഷ്യൽ ടൈം ആണെങ്കിൽ E ഈസ് ഈക്വൽ ടു E0 ആയിരിക്കും. അപ്പോൾ U പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ വിൽ ബി 0. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി ടൈം ആയിരിക്കുമ്പോൾ E ബിക്കംസ് E100. അപ്പോഴത്തേക്ക് നമുക്ക് 100% ആയിരിക്കും ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. അടുത്ത പോർ വാട്ടർ പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫോർമുല, UI മൈനസ് U ഡിവൈഡ് ബൈ UI ആണ്. UI എന്ന് പറയുന്നത് ഇനീഷ്യൽ എക്സസ് പോർ വാട്ടർ പ്രഷർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടെസ്റ്റ്, T ഈസ് ഈക്വൽ ടു 0. U എന്ന് പറയുന്നത് ഫൈനൽ പോർ വാട്ടർ പ്രഷറാണ്. ഓക്കെ, ഇനീഷ്യൽ അറ്റ് ദ ടൈം T ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ U ഈസ് ഈക്വൽ ടു UI ആയിരിക്കും, അപ്പോൾ 0 ആണ്. ദ സ്റ്റാർട്ടിങ് ഇറ്റ് വിൽ ബി 0. അറ്റ് ഇൻഫിനിറ്റി ടൈമിൽ യു വിൽ ഗെറ്റ് 100%. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ടി ഈസ് ഈക്വൽ ടു ഈ സി വിൻ്റെ ഫോർമുല നമ്മൾ നോക്കി, അത് വിത്ത് റെസ്പെക്ട് ടു ടി ആക്കി. ഈ സി വി എന്തുവാന്ന് വെച്ചാൽ അതിനുള്ള ഫോർമുല നമ്മൾ എഴുതി. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഈ ഫോർമുല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടൈം റെക്വയർഡ് ഫോർ കൺസോളിഡേഷൻ്റെ ഫൈനൽ ഈക്വേഷൻ കിട്ടി. ഇതിനകത്ത് സ്ട്രെസ്സിൻ്റെ എന്തൊരു ഇതും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഒരു ഫൈനൽ പോയിന്റിലേക്ക് നമുക്ക് എത്താം. ടൈം റെക്വയർഡ് ഫോർ ദ കൺസോളിഡേഷൻ ടി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നോർമലി കൺസോളിഡേറ്റഡ് സോയിൽസ്, ഓവർ കൺസോളിഡേറ്റഡ് സോയിൽസ്, അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽസ്. ഈ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽസ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, ഇഫ് എ സോയിൽ ഹാസ് നെവർ ബീൻ സബ്ജക്റ്റഡ് ടു ആൻ എഫക്റ്റീവ് പ്രഷർ, അപ്പോൾ ഇതിനു മുൻപ് അതിന് ഒരു പ്രഷറും അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല, ഗ്രേറ്റർ ദാൻ ദ എക്സിസ്റ്റിംഗ് ഓവർ ബർഡൻ പ്രഷർ, ഇപ്പോൾ ഉള്ള പ്രഷറിനെക്കാട്ടിലും നേരത്തെ അതിൽ ഒരു എഫക്റ്റീവ് പ്രഷർ കൂടുതലായിട്ട് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ആൻഡ് വിച്ച് ഈസ് ഓൾസോ കംപ്ലീറ്റ്ലി കൺസോളിഡേറ്റഡ് ബൈ ദ എക്സിസ്റ്റിംഗ് ഓവർ ബർഡൻസ് പ്രഷർ ഇസ് സെറ്റ് ടു ബി നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ. ഓക്കെ, ഇതിനു മുൻപ് പാസ്റ്റിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ ഇപ്പോൾ കൊടുക്കുന്ന പ്രഷർ അത്രയും അതിന് മുൻപ് കൊടുത്തിട്ടില്ല, അതാണ് നോർമലി കൺസോളിഡേറ്റഡ് സോയിൽസ്. ഓക്കെ, ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയുമ്പോൾ ഇഫ് ദ സോയിൽ ഹാസ് സബ്ജക്റ്റഡ് ഇൻ ദ പാസ്റ്റ് ടു ദ പ്രഷർ മോർ ദൻ ദ പ്രസൻറ്റ് ഓവർ ബർഡൻ പ്രഷർ, ഇപ്പോൾ ഉള്ള പ്രഷറിനെക്കാട്ടിലും നേരത്തെ കൂടുതലായിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോയിൽ ഓവർ കൺസോളിഡേറ്റഡ് സോയിലാണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ലെസ് ദാൻ ദ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ്, അതായത് ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷനിലുള്ള പ്രഷർ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ്സെക്കാട്ടിലും കുറവാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓവർ കൺസോളിഡേഷൻ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, OCR എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു പ്രീ കൺസോളിഡേഷൻ പ്രഷർ ഡിവൈഡ് ബൈ പ്രസൻറ്റ് എഫക്റ്റീവ് ഓവർ ബർഡൻ സ്ട്രെസ് ആണ്. ഓക്കെ, അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽസ് എന്ന് പറയുന്നത് എ സോയിൽ ഇസ് നോട്ട് ഫുള്ളി കൺസോളിഡേറ്റഡ് അണ്ടർ ദ എക്സിസ്റ്റിംഗ് ഓവർ ബർഡൻ പ്രഷർ. ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ്, പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് σc ആണ്. ഓക്കെ, അത് എന്തുവാണെന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് ദറ്റ് ദ സോയിൽ ഹാസ് എവർ എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, ആ സോയിലിൽ ആ പർട്ടിക്കുലർ റീജിയനിൽ അപ്ലൈ ചെയ്ത്
പ്രഷറാണ്, മാക്സിമം പ്രഷറാണ് നമ്മൾ പ്രീ കൺസോളിഡേഷൻ സോയിൽ സ്ട്രെസ്സിന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ റീജിയനിൽ സിഗ്മ സി പ്രീ കൺസോളിഡേറ്റഡ് സ്ട്രെസ് സിഗ്മ സി ഉണ്ട്. ഇപ്പോൾ ആ ബിൽഡിങ്ങിനെ നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മളിങ്ങനെ അടുത്തടുത്തായിട്ടുള്ള വീടുകളിലുള്ള ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടുതലാവും. ഓക്കെ, അവിടുത്തെ അപ്പോൾ ഉള്ള കറണ്ട് സ്ട്രെസ്സാണ് സിഗ്മ 1 എന്ന് വെച്ചോ. ഓക്കെ, സിഗ്മ 1. ഇപ്പം ഈ സിഗ്മ 1 ഇത് കൂടെ ആയതുകൊണ്ട് ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കത്തില്ല. അപ്പം സിഗ്മ 1 ഇസ് ഗ്രേറ്റർ ദാൻ സിഗ്മ സി. സിഗ്മ 1 എന്ന് പറയുന്നത് എന്തുവാ? കറണ്ട് സ്ട്രെസ്, ഓവർ ബേർഡൻ സ്ട്രെസ് ആണ് സിഗ്മ 1. സിഗ്മ സി എന്ന് പറയുന്നത് പ്രീ കൺസോളിഡേറ്റഡ് സ്ട്രെസ്, അതായത് ആ സോയില് മാക്സിമം സ്ട്രെസ് എടുത്തതിൻ്റെ വാല്യൂ ആണ് സിഗ്മ സി. ഓക്കെ, ഇപ്പോൾ സിഗ്മ 1 അല്ലേ കൂടുതൽ, അപ്പോൾ ഇപ്പം മാറും. അപ്പം മാക്സിമം വാല്യൂ ഓഫ് ദ സ്ട്രെസ് സിഗ്മ സി വിൽ നൗ ബിക്കം സിഗ്മ 1. ഓക്കെ, അപ്പം നമ്മുടെ OCR 1 ആകും. എന്തുകൊണ്ടാണ് OCR 1 ആയതെന്ന് വെച്ചാൽ നമ്മളെ ഫോർമുല നോക്ക്. OCR ഇസ് ഈക്വൽ ടു പ്രീ കൺസോളിഡേഷൻ പ്രഷർ. പ്രീ കൺസോളിഡേഷൻ പ്രഷർ ഇപ്പം നമുക്ക് 1 ആയല്ലോ, സിഗ്മ 1 ആയി. ഓക്കെ, ഇപ്പോൾ ഉള്ള എഫക്റ്റീവ് സ്ട്രെസ്സും 1 ആയി. അപ്പം സിഗ്മ 1/σ1 ഇസ് ഈക്വൽ ടു 1. അതുകൊണ്ട് OCR ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. മനസ്സിലായോ? ഇത് ഇല്ലാതെ നമ്മളിപ്പം ഒരു ചെറിയ വീടാണ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ കറണ്ട് ഓവർ ബേർഡൻ പ്രഷർ വിൽ ബി സിഗ്മ 1. ഓക്കെ, നേരത്തെ ഉള്ള പ്രഷർ എന്തുവാ? പ്രീ കൺസോളിഡേറ്റഡ് സ്ട്രെസ് എന്തുവാ? സിഗ്മ സി ആണ്. ഇതിനെക്കാട്ടിലും ഇതാണ് കൂടുതൽ. അപ്പോൾ OCR ഇസ് ഗ്രേറ്റർ ദാൻ 1. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ കോമ്പാക്ഷൻ എന്തുവാ? എയർ ആണ്, എക്സ്പൾഷൻ ഓഫ് എയർ ആണ്. കൺസോളിഡേഷൻ എക്സ്പൾഷൻ ഓഫ് വാട്ടർ ആണ്. കോമ്പാക്ഷൻ എയർ ആണ്. ഓക്കെ, എന്തുവാ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെൻസിഫയിങ് സോയിൽ, ഓക്കെ, ബൈ എക്സ്പെല്ലിംഗ് എയർ ഫ്രം ദ വോയിഡ്സ് യൂസിങ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, ഒരു മെക്കാനിക്കൽ എനർജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ എയറിനെ പുറത്തെടുക്കുക. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ എന്തുവാ? മെക്കാനിക്കൽ എനർജി റെഡ്യൂസസ് ദ വോളിയം ഓഫ് എയർ ഇൻ ദ സോയിൽ, ഇൻക്രീസിങ് ദ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ഇംപ്രൂവിങ് ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി അടുത്ത് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാ പ്രോപ്പർട്ടീസ് സോയിലിനകത്ത് ഇംപ്രൂവ് ആകുന്നതെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ഇൻക്രീസ് ആകും, ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ആകും, ഓക്കെ, ലിക്വിഫാക്ഷൻ ഇൻക്രീസ് ആകും, സെറ്റിൽമെൻറ്റ് ഡിക്രീസ് ആകും, പെർമിയബിലിറ്റി ഡിക്രീസ് ആകും, സ്വെല്ലിംഗ് ആൻഡ് ശ്രിങ്കേജ് ഡിക്രീസ് ആകും. ഓക്കെ, ഇനി അടുത്ത് ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ. ഡിഗ്രി ഓഫ് കോമ്പാക്ഷനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റോ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് വെച്ചിട്ടാണ്. ഈസ് മെഷേർഡ് ബൈ ഡ്രൈ യൂണിറ്റ് വെയിറ്റിനാണ്. ഈ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്തുവാണെന്ന് വെച്ചാൽ ഇറ്റ്സ് കൊറലേറ്റ്സ് വിത്ത് ദ ഡിഗ്രി ഓഫ് പാക്കിംഗ് ഓഫ് സോയിൽ ഗ്രെയിൻസ്. ഓക്കെ, നമ്മൾ മെക്കാനിക്കൽ എനർജി, അതായത് നമ്മൾ 25 blows 50 blows നമ്മൾ കൊടുക്കുന്നില്ലേ, അതിനനുസരിച്ച് ആ സോയിൽ ഗ്രെയിൻസിൻ്റെ പാക്കിംഗ് നടക്കത്തില്ലേ, അപ്പോൾ അതിന് റിലേറ്റഡ് ആയിരിക്കും ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ആ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ WG ഡിവൈഡഡ് ബൈ 1 + E എന്തുവാ? WG/S. ഈ ഫോർമുല നേരത്തെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആ വീഡിയോനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓർത്ത് വെക്കണമെന്നുള്ളത്. ഓക്കെ, ഫോർ മോർ കോമ്പാക്റ്റഡ് സോയിൽ വോയിഡ് റേഷ്യോ സ്മോൾ ആയിരിക്കും, ഡ്രൈൻ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, വോയിഡ് റേഷ്യോ ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഇത് കുറവാണെങ്കിൽ ഇത് കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് കോമ്പാക്ഷൻ എന്തുവാ? റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്, റിലേറ്റീവ് കോമ്പാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഡ്രൈ ഡെൻസിറ്റി ടു ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഫ്രം ദ കോമ്പാക്ഷൻ സ്ട്രെസ്. അപ്പോൾ ഫീൽഡിലുള്ള ഡ്രൈ ഡെൻസിറ്റി ഡിവൈഡ് ബൈ ലാബിൽ നമ്മൾ കണ്ടുപിടിക്കുന്നില്ലേ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നില്ലേ, ഇതിൻ്റെ റേഷ്യോ ആണ് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലബോറട്ടറിയിലെ കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടെസ്റ്റാണ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റും മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റും. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത്. പക്ഷേ എയർവേസിനും ഹൈവേസിലും നമ്മൾ ഇടുമ്പോൾ സോയിലിന് ഉള്ള കോമ്പാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റാണ് നമ്മൾ ഹൈവേസിനും എയർവേസിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ലബോറട്ടറി കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ പർപ്പസ് എന്തുവാ? നമ്മൾ ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും കണ്ടുപിടിക്കണം, മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ
അതിനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫീൽഡിൽ വാട്ടർ എത്ര ആഡ് ചെയ്യണമെന്നുള്ളതാണ്. ഹൗ മച്ച് വാട്ടർ ടു ബി ആഡഡ് ഡ്യൂറിങ് ദ ഫീൽഡ് കോമ്പാക്ഷൻ. ഓക്കെ, ലബോറട്ടറി ടെസ്റ്റ് എന്തുവാ? നമ്മൾ സാമ്പിളിന് 4.75 mm സീവ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ കോമ്പാക്ഷൻ മോൾഡിനകത്ത് 3 ലെയറായിട്ട് ഓരോരോ മോൾഡും 25 ബ്ലോസ് നമ്മൾ കൊടുക്കും. ഓരോരോ ലെയറിനും 25 ബ്ലോസ് കൊടുത്ത് പിന്നെ ആ വെയിറ്റ് എടുത്ത് അങ്ങനെ ചെയ്ത് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കും അല്ലേ? എന്തൊക്കെയാണ് ഇതിനും വേണ്ടിയിട്ടാണ്? ഡ്രൈ ഡെൻസിറ്റിയും മോയ്സ്ചർ കണ്ടൻറ്റും ഡ്രൈ ഡെൻസിറ്റി വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫാണ് കോമ്പാക്ഷൻ കർവ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രാഫ് ബിറ്റ്വീൻ വാട്ടർ കണ്ടൻറ്റ് ആൻഡ് ഡ്രൈ ഡെൻസിറ്റി. ഓക്കെ, ഇതിലിരുന്നാണ് നമ്മൾ ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഇൻക്രീസ് ആയിട്ട് വരും. ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ആയിട്ട് ഒരു പോയിൻറ്റിനകത്ത് റീച്ച് ആകുമ്പോൾ പിന്നെയും ഡിക്രീസ് ആകാൻ തുടങ്ങും. അപ്പോൾ ആ മാക്സിമം പോയിൻ്റ് ഇല്ലേ, ക്രൗൺ പോയിൻ്റ് ഇല്ലേ, ആ പോയിൻ്റാണ് നമ്മൾക്ക് മാക്സിമം വാട്ടർ കണ്ടൻറ്റ്, ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്നാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, OMC ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ഫോർ ദ ഗ്രാവൽ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ക്ലേയിനാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഓരോരോ എഫേർട്ടിനും ഓരോരോ MDD ആണ് വരുന്നത്, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആണ് വരുന്നത്. അതാണ് ഇപ്പം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. When the compaction energy increases, OMC decreases but maximum dry density increases. ഇത് ഒരു കോമ്പാക്ഷൻ എനർജിയാണ്, ഓക്കെ. ആദ്യത്തെ കോമ്പാക്ഷൻ എനർജി ഇന്ന് നമുക്ക് OMC ഇതാണ് കിട്ടിയത്, ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ഇതാണ് കിട്ടിയത്, അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി ഇതാണ്. ഇനി അടുത്ത് കോമ്പാക്ഷൻ എനർജിക്ക് OMC ഡിക്രീസ് ആകും. ഓക്കെ, ഡിക്രീസ് ആയി കോമ്പാക്ഷൻ ദാറ്റ് ഈസ് യുവർ ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ആയി, അതാണ് ഇത്. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് സീറോ എയർ വോയിഡ്സ് കർവ് അല്ലെങ്കിൽ സാച്ചുറേഷൻ ലൈൻ എന്ന് പറയും. ഇത് എന്തുവാണെന്ന് വെച്ചാൽ ദ കർവ് റെപ്രസെൻറ്റ്സ് എ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ, S is equal to 100. ഓക്കെ, this point represents S is equal to 100, ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഗാമ D is equal to gamma W into G divided by 1 plus WG. E is equal to WG by S. S 100, that is 1. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതാത്തത്. ഇതിൻ്റെ ഫോർമുല ഇതാണ്. ലൈൻ ഓഫ് ഓപ്റ്റിമംസ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഈ സീറോ വോയിഡ്സിന് പാരലലായിട്ട് വരയ്ക്കുന്ന ലൈനാണ് ലൈൻ ഓഫ് ഓപ്റ്റിമംസ്. അതായത് എ ലൈൻ ഡ്രോൺ ത്രൂ ദ പീക്ക് പോയിന്റ്സ് ഓഫ് സെവറൽ കോമ്പാക്ഷൻ കർവ്സ് അറ്റ് ഡിഫറെൻറ്റ് കോമ്പാക്റ്റീവ് എഫേർട്ട് ഫോർ ദ സെയിം ഓയിൽ which will be almost parallel to the zero air voids curve. ഈ സീറോ വോയിഡ്സ് കർവിന് അനുസരിച്ചായിരിക്കും ഈ ലൈന്, പക്ഷേ ഇതിൻ്റെ കോമ്പാക്ഷൻ എനർജി ഡിഫറെൻ്റ് ആണ്, എഫേർട്ട് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഗ്രാഫ് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ കൂടി വന്നിട്ട് പിന്നെ കുറയുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എക്സസ് വാട്ടർ റീപ്ലേസിങ് ദ സോയിൽ അല്ലേ? നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഡ്രൈ ഡെൻസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ആവും. അപ്പോൾ ഒരു സർട്ടൻ പോയിന്റ് വരെ എത്തി കഴിഞ്ഞിട്ട് അതിൽ വാട്ടർ കൂടുതലാകാൻ തുടങ്ങും. ഓക്കെ, ആ സോയിലിന് ഇടയ്ക്ക് കൂടി വാട്ടർ കൂടുതലാകാൻ തുടങ്ങുമ്പോൾ ആ പാർട്ടിക്കിൾസ് എല്ലാം സെപ്പറേറ്റ് ആക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് റെഡ്യൂസ്ഡ് ഇൻട്രാപാർട്ടിക്കുലർ ഫ്രിക്ഷൻ വരുമ്പോൾ നമ്മുടെ പോയിന്റ് താഴോട്ട്, ഡ്രൈ ഡെൻസിറ്റി താഴോട്ടാകാൻ തുടങ്ങും. അതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, ഇനി അടുത്ത് ലബോറട്ടറി ടെസ്റ്റിൽ നമ്മൾ 2 മെത്തേഡ് ചെയ്യത്തില്ലേ, അതിലുള്ള ഡിഫറൻസ് ആണ്. എന്ത് ഡിഫറൻസ് എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ഹാമർ ഡിഫറെൻ്റ് ആണ്. ഇവിടെ 2.6 kg ഉള്ളൂ, അതിൽ 4.9 kg ആണ്. വോളിയം രണ്ടിടത്തിലും സെയിം ആണ്, 1000 cm3. ഹൈറ്റ് ഓഫ് ഫ്രീ ഫോൾ, ആ ബ്ലോസ് കൊടുക്കുമ്പോൾ ഹൈറ്റ് എത്ര ഹൈറ്റിലെന്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് 310 mm ആണ്, ഇത് 450 mm ആണ്. ഓക്കെ, നമ്പർ ഓഫ് ലെയേഴ്സ് സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ 3 ലെയേഴ്സ് ആണ്, ഇത് 5 ലെയേഴ്സ് ആണ്. നമ്പർ ഓഫ് ബ്ലോസ് സെയിം ആണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ഹാമർ ഡിഫറെൻ്റ് ആണ്, നമ്പർ ഓഫ് ലെയേഴ്സ് ഡിഫറെൻ്റ് ആണ്, ഹൈറ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് കോമ്പാക്ഷൻ ചെയ്യുന്നത് എന്നെന്ന ആക്ഷൻസ് കൊണ്ടെന്ന് വെച്ചാൽ ടാമ്പിങ് ആക്ഷനിൽ ചെയ്യാം, നീഡിങ് ആക്ഷൻ ചെയ്യാം, വൈബ്രേഷൻ ചെയ്യാം, ഇമ്പാക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സോയിൽ ക്യാൻ ബി കോമ്പാക്റ്റഡ്, കോഹീസീവ് സോയിൽ ആണെങ്കിൽ ടാമ്പിങ്, നീഡിങ് ആൻഡ് ഇമ്പാക്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
കൊഹിഷൻ ലെസ് ആണെങ്കിൽ ടാമ്പിങ്ങും നീഡിങ്ങും ബട്ട് വൈബ്രേറ്ററി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൊഹിസീവ് സോയിൽ എന്ന് പറയുമ്പോൾ സാൻഡ് ആൻഡ് ഗ്രാവൽ എന്നാണ്. അതിൽ ഇമ്പാക്റ്റ് കൊടുത്താൽ ആകത്തില്ല. അപ്പോൾ അതിൽ ഇച്ചിരി വൈബ്രേഷൻ കൊടുത്താലേ പാർട്ടിക്കിൾസ് റീഅറേഞ്ച് ആകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ഈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എക്യുപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റോളിങ്ങും റാമ്പിങ്ങും വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. റോളിംഗ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഈ റോളേഴ്സിലെയാണ് സ്മൂത്ത് വീൽ റോളർ, ന്യൂമാറ്റിക് ട്രയഡ് റോളർ, പിന്നെ ഷീപ്പ് ഫുട്ട് റോളറാണ്. ഈ സ്മൂത്ത് വീൽ റോളർ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രഷ്ഡ് റോക്ക്, ഗ്രാനുലാർ സാൻഡിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോമ്പാക്ഷൻ ഇസ് ഡൺ ബൈ സ്റ്റാറ്റിക് കംപ്രഷൻ ടു ദ സോയിൽ. ന്യൂമാറ്റിക് എന്ന് പറയുന്നത് രണ്ട് സോയിലിലും നമുക്ക് യൂസ് ചെയ്യാം. കൊഹിസീവും കൊഹിഷൻലെസ് സോയിലിലും യൂസ് ചെയ്യാം. ഈ കോമ്പാക്ഷൻ ബൈ നീഡിങ് ആക്ഷൻ. ഓക്കെ, ഷിപ്പ് ഫുട്ട് റോളർ എന്ന് പറയുന്നത് കൊഹിസീവ് സോയിലിന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. കോമ്പാക്ഷൻ ഇസ് ഡൺ ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടാമ്പിങ് ആൻഡ് നീഡിങ് ആക്ഷൻ. ഓക്കെ, ഇനി അടുത്ത് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. ഈ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ദ വാട്ടർ കണ്ടൻറ്റ് യൂസ്ഡ് ഇൻ ദ ഫീൽഡ് കോമ്പാക്ഷൻ. ഓക്കെ, ഫീൽഡിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് എത്രയാണ് യൂസ് ചെയ്തതോ അതാണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. ഇറ്റ് മേ ബി നമ്മൾ ലാബിൽ കണ്ടുപിടിച്ച വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കാം, കുറവായിരിക്കാം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കാം. മേ ബി ഈക്വൽ ഓർ ലോവർ or higher than the optimum water content determined in the laboratory. Okay, ഇനി കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്, പെട്ടെന്ന് തന്നെ അങ്ങനെ നടക്കും. കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സാണ്. കോമ്പാക്ഷൻ എയർ വോയിഡ്സ് ആണ് റിമൂവ് ചെയ്യുന്നത്. ഡിക്രീസ് ഇൻ എയർ വോയിഡ്സ്, ഇവിടെ ഡിക്രീസ് ഇൻ വാട്ടർ വോയിഡ്സ്. applicable to unsaturated soils, consolidation saturated soils. Okay, ഇവിടെ നമ്മൾ for a particular compaction energy, the compaction of solid takes place up to a limit. ഒരു particular water content limit ഉണ്ട്, പക്ഷേ അവിടെ ലിമിറ്റ് ഒന്നുമില്ല. നോ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് റോളിംഗ്, ടാമ്പിംഗ് ഓർ വൈബ്രേഷൻ വെച്ചിട്ട് അക്കംപ്ലൈസ് ചെയ്യാം, പക്ഷേ ഇവിടെ സ്റ്റാറ്റിക് ലോഡിംഗ് വെച്ചിട്ടാണ് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിമെൻറ്റ്, ലൈം, കോൺക്രീറ്റ്, സ്റ്റീല്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ നമ്മുടെ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ എന്താ ചെയ്യേണ്ടത്? ഓരോരോ മെറ്റീരിയലിനും സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ആ ബിൽഡിങ്ങിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ഒരു കൺക്ലൂഷനിലോട്ട് എത്താം. അപ്പോൾ സിമെൻറ്റ്, സ്റ്റീൽ, ബ്രിക്സ് ആണെങ്കിൽ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കും. സ്റ്റീൽ ആണെങ്കിൽ ടെൻഷൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കും. സോയിലാണെങ്കിൽ നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കത്തുള്ളൂ. ബിക്കോസ് സോയിലിന് ടെൻസൈൽ ഇല്ലല്ലോ. ഓക്കെ, ഇതുവരെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്ത സ്ട്രെസ് ഇൻ ദ സോയിൽ മാസ്. ആ സോയിൽ മാസിൽ നടക്കുന്ന സ്ട്രെസ് എന്തുവാ? സ്ട്രെസ് വിൽ ഡെവലപ്പ് വിത്തിൻ ദ സോയിൽ മാസ് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ലോഡ് ഓൺ ദ സോയിൽ. അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കാരണമോ അതൊക്കെ സ്ട്രെസ് വരാം. അങ്ങനെയല്ലേ നമുക്ക് സ്ട്രെസ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് ആകും. അതുപോലെ തന്നെ സോയിലിന് അതിൻ്റെ വെയിറ്റ് കൊണ്ട് അതിന് സ്ട്രെസ് ആകും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് കൊണ്ടും അതൊക്കെ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രെസ് ഇസ് ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടോട്ടൽ സ്ട്രെസ് ഉണ്ട്, ന്യൂട്രൽ സ്ട്രെസ് ഉണ്ട്, എഫക്റ്റീവ് സ്ട്രെസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ സ്ട്രെസ് എന്തുവാ? പിന്നെയും അതുപോലെ തന്നെ ടോട്ടൽ സ്ട്രെസ് ക്യാൻ ബി എയ്തർ ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ലോഡ് ഓർ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തിട്ട്. സ്ട്രെസ് ഇസ് ദ ടോട്ടൽ ലോഡ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇനി അടുത്ത് ന്യൂട്രൽ സ്ട്രെസ് ആണ്. എന്തുവാ ന്യൂട്രൽ സ്ട്രെസ്? ന്യൂട്രൽ സ്ട്രെസ് ഇസ് എ ക്യാരിഡ് ഔട്ട് ബൈ പോർ വാട്ടർ. സോയിലിനകത്തുള്ള ആ പോർ വാട്ടർ എടുക്കുന്ന സ്ട്രെസ്സാണ് ന്യൂട്രൽ സ്ട്രെസ്. ഓക്കെ, ഡ്യൂ ടു ദ അപ്ലൈഡ് ലോഡ്. ഇതിനെ നമുക്ക് ന്യൂട്രൽ സ്ട്രെസ് അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷർ എന്നും നമുക്ക് പറയാം. നമ്മൾ യൂഷ്വലി പോർ വാട്ടർ പ്രഷർ എന്നാണ് നമ്മൾ പറയുന്നത്. amount of neutral stress അല്ലെങ്കിൽ amount of pore water pressure എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? യു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഹൈറ്റ് ഫ്രം ദ ടോപ്പ്. ഓക്കെ, ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ടോട്ടൽ സ്ട്രെസ് എത്രയാ അല്ലെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് എത്രയാന്നുള്ളത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എഫക്റ്റീവ് സ്ട്രെസ് പ്ലസ് യു, അല്ലെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ട്രെസ് തന്നിട്ട് പോർ വാട്ടർ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നത് പോലെ ആയിരിക്കും.
അതിന് ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഗാമ h ഇൻറ്റു ഗാമ w ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇത് 9810 അപ്ലൈ ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, എഫക്റ്റീവ് സ്ട്രെസ്സ് അതിൻ്റെ വേറൊരു പേരാണ് ഇൻ്റർ ഗ്രാനുലാർ പ്രഷറാണ്. ലോഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സോയിൽ ഗ്രെയിൻസ് ഡിവൈഡഡ് ബൈ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം ഈ സോയിൽ ഗ്രെയിൻസിന് ഇടയ്ക്ക് കൂടി ലോഡ് പോകുന്നതും ദാറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് കൂടി പോകുന്ന ലോഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് അടുത്ത് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ പാരാമീറ്റർ ബിക്കോസ് വി കനോട്ട് ഏബിൾ ടു ഡിറ്റർമൈൻ ഇൻ ദ ഫീൽഡ്. ഓക്കെ, എന്തൊരു ഇൻസ്ട്രുമെൻറ്റും വെച്ചിട്ടും ഈ സോയിലിന് ഇടയ്ക്ക് കൂടി പോകുന്ന ലോഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 2 ഫിസിക്കൽ പാരാമീറ്റർ മൈനസ് ചെയ്യുമ്പോഴാണ്. എന്തൊക്കെയാണ് 2 ഫിസിക്കൽ പാരാമീറ്റർ? സിഗ്മ മൈനസ് യു, ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ഓക്കെ, ഇനി അടുത്ത് അതാണ് ഇപ്പം നമ്മൾ നോക്കിയത്. സിഗ്മ ഡാസ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു, പോർ വാട്ടർ പ്രഷർ, ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ഓക്കെ, ഇനി അടുത്ത് സ്ട്രെസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുണ്ട്. എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നതെന്ന് വെച്ചാൽ വെൻ എ ലോഡ് ഇസ് അപ്ലൈഡ് ഓൺ ദ ഗ്രൗണ്ട്, ഓക്കെ, അത് അങ്ങനെ സ്റ്റേബിളായിട്ട് ഒരിടത്തിൽ നിൽക്കത്തില്ല. ഇത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഓക്കെ, അതാണ് ഇറ്റ് വിൽ സ്പ്രെഡ് ഔട്ട് ഇൻ ടു ദ സോയിൽ മോസ്. അതാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ സ്ട്രെസ് ഡിക്രീസസ് വിത്ത് ദ ഡെപ്ത്. ഫോർ ദ പ്രാക്ടിക്കൽ ഡിസൈൻ എഞ്ചിനീയേഴ്സ് യൂസ് എ ഇൻഫ്ലുവൻസ് ചാർട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഐസോബാർസ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. ഐസോബാർ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ എ ലൈൻ കണക്ട്സ് ഓൾ പോയിൻറ്റ്സ് ബിലോ ദ ഗ്രൗണ്ട് സർഫേസ് അറ്റ് വിച്ച് ദ വെർട്ടിക്കൽ സ്ട്രെസ് ഇസ് സെയിം. എവിടേക്കാണ് വെർട്ടിക്കൽ പോയിൻറ്റ്സ് സെയിം ആയിട്ടുണ്ടോ ആ പോയിൻറ്റ് കണക്ട് ചെയ്യുന്ന ആ ലൈനാണ് ഐസോബാർ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ കോണ്ടൂറിൽ പഠിക്കത്തില്ലേ, കോണ്ടൂർ എന്തുവാ? ദ പോയിൻറ്റ്സ് ജോയിനിങ് സെയിം എലിവേഷൻ എന്ന് നമ്മൾ പഠിക്കത്തില്ലേ, അതുപോലെ തന്നെ വെർട്ടിക്കൽ സ്ട്രെസ് എവിടേക്കാണ് സെയിം ആയിട്ടുണ്ടോ ആ ലൈനാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഷിയർ സ്ട്രെങ്ത് ആണ്. എന്തുവാ ഷിയർ സ്ട്രെങ്ത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സോയിൽസ് എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദ ലോഡ് വിത്തൗട്ട് സ്ലൈഡിങ് ഓർ കൊളാപ്സിങ്. അപ്പം മാക്സിമം ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഷിയർ സ്ട്രെങ്ത്. ആ സോയിലിൻ്റെ എബിലിറ്റിയാണ് ഷിയർ സ്ട്രെങ്ത്. ഇപ്പോൾ ഫെയിലിയർ ഓഫ് സോയിൽ ആണെങ്കിൽ, സോയിൽ ഫെയിലായാൽ ആ സ്ട്രക്ചർ മൊത്തം ഫെയിലാവും. ഓക്കെ, ഷിയർ ഫെയിലിയർ അക്കേഴ്സ് ഡ്യൂ ടു സ്ലൈഡിങ് ഓർ റോളിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഒരു സോയിലും മറ്റൊരു സോയിലും ഇങ്ങനെ സ്ലൈഡാക്കി ഇങ്ങനെ റോളാക്കി പോകുന്നതാണ് ഫെയിലിയർ ഓഫ് സോയിൽ വരുന്നത്, അതായത് ഷിയർ ഫെയിലിയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോയിൽ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോഹിഷനും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും ആണ്. ഓക്കെ, ഈ കോഹിഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻഡിപെൻഡൻറ്റ് കോമ്പോണൻ്റ് ആണ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് കോമ്പോണൻ്റ് ആണ്. നമുക്ക് ഫോർമുല അറിയാലോ, ടൗ ഇസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈന് നമുക്ക് ഫോർമുല അറിയാം. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് കോഹിഷൻ ആണ്, ഫൈ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്, ആംഗിൾ ഓഫ് ഇൻറ്റർണൽ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഈ സ്ട്രെസ് ഇസ് ഫങ്ഷൻ ഓഫ് കോഹിഷൻ ആൻഡ് ദ ആംഗിൾ ഓഫ് ഇൻറ്റർണൽ ഫ്രിക്ഷൻ ആണ്. ഓക്കെ, കോഹിഷൻ ഇസ് എ സ്ട്രെസ് ഇൻഡിപെൻഡൻറ്റ്, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇസ് എ സ്ട്രെസ് ഡിപ്പെൻഡൻറ്റ് കോമ്പോണൻറ്റ്. ഓക്കെ, ഈ ഷിയർ ഫെയിലിയർ ഓഫ് എ സോയിൽ ഹാസ് എ 0 ടെൻസൈൽ സ്ട്രെങ്ത്. ഇത് നമ്മൾ നേരത്തെ നോക്കി. അണ്ടർ കംപ്രസീവ് ഫോഴ്സസ് സോയിൽ ഫെയിലിംഗ് ഷിയർ. ഈ ഫെയിലിയർ നടക്കുമ്പോൾ ഷിയർ സ്ട്രെസ് റീച്ചസ് ദ ഷിയർ സ്ട്രെങ്ത്, മാക്സിമം ഷിയർ സ്ട്രെങ്ത് റീച്ച് ആകും. സോയിൽ ഗ്രെയിൻസ് സ്ലൈഡ് ഓർ റോൾ ഓവർ ഈച്ച് അതർ അലോങ് ദ ഫെയിലിയർ പ്ലെയിൻ. ഈ പ്ലെയിനകത്ത് സോയിൽ ഒന്നൊന്നും ഇടിച്ച് മുട്ടി മോദി അങ്ങനെ പോകും. ഓക്കെ, സ്ലൈഡ് ആൻഡ് റോൾ ആകാൻ തുടങ്ങും. അതുകൊണ്ടാണ് സ്ട്രക്ചർ ഫെയിൽ ആകുന്നത്. അപ്പോൾ ഈ ഫെയിലിയർ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, നടക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ തിയറി പാർട്ട് എന്തൊക്കെയാണുള്ളത് നമുക്ക് 2 സയൻറ്റിസ്റ്റ് ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോർ കൂളും ഫെയിലിയർ തിയറിയാണ്. ഈ തിയറിനകത്ത് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ദ ഫെയിലിയർ ഓഫ് ദ സോയിൽ മാസ് വിൽ നോട്ട് അക്കേർ ഓൺ എ പ്ലെയിൻ വേർ ദ ഷിയർ സ്ട്രെസ് ഇസ് മാക്സിമം. ഷിയർ സ്ട്രെസ് മാക്സിമം ആണെങ്കിൽ നമുക്ക് ഫെയിലിയർ നടക്കണമെന്നില്ല. ബട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ബട്ട് ഓൺ എ പ്ലെയിൻ വേർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫെയിലിയർ നടക്കത്തുള്ളൂ, ഫെയിലിയർ ഓഫ് സോയിൽ മാസ് നടക്കത്തുള്ളൂ. ഓക്കെ, at failure conditions there will be one particular plane called the failure plane. The shear stress along the failure plane is known as shear strength.
The shear strength is a function of normal strength on the failure plane. Failure planeലല്ലേ shear strength നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള shear strength എന്തിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് വെച്ചാൽ നോർമൽ സ്ട്രെസ്സിൻ്റെ ഫംഗ്ഷൻ ആണ്. Tau is directly proportional to sigma. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ tau f is equal to c plus sigma into tan phi. In terms of total stress ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. Tau f is equal to c plus sigma into tan phi. അപ്പോൾ ഇതാണ് ഫെയിലിയർ എൻവലപ്പ്, ദാറ്റ് ഈസ് യുവർ ഫെയിലിയർ പ്ലെയിൻ. ഇതാണ് ഫ്രിക്ഷൻ ആംഗിൾ ഫൈ, ഇത് കോഹിഷൻ ആണ്, ഇത് സിഗ്മയാണ്. ഓക്കെ, ഇത് സിഗ്മ, ഇത് tau f ആണ്. അപ്പോൾ tau f is the maximum shear stress the soil can take without failure under any particular normal stress of sigma. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് 3 ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട്. ഫ്രിക്ഷണൽ സോയിൽ, കൊഹീസീവ് സോയിൽ, പിന്നെ കൊഹീസീവ് ആൻഡ് ഫ്രിക്ഷണൽ സോയിൽ. ഓക്കെ, ഫ്രിക്ഷണൽ സോയിലിൽ C is equal to 0 ആണ്. അപ്പം ഈ ഗ്രാഫിനകത്ത് ഈ C പാർട്ട് ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ലൈന് വരുന്നത്. ഫെയിലിയർ എൻവലപ്പ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ tau is equal to ഫോർമുലയിലെ C എടുത്തിട്ട് സിഗ്മ ഇൻറ്റു ടാൻ ഫൈ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത കൊഹീസീവ് സോയിലിൽ ആംഗിൾ വരത്തില്ല, ഫൈ is equal to 0. അതുകൊണ്ട് tau is equal to C മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അടുത്ത C5 സോയിൽ ആണെങ്കിൽ, കൊഹീസീവ് ആൻഡ് ഫ്രിക്ഷണൽ സോയിൽ ആണെങ്കിൽ നമുക്ക് രണ്ടും ഉണ്ട്. tau is equal to C plus sigma into tan phi എന്ന് വരും. ഓക്കെ, എപ്പോഴും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ സ്ട്രെസ് വെച്ചിട്ടല്ല നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഫക്റ്റീവ് സ്ട്രെസ് ആണ്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ഇസ് കൺട്രോൾഡ് ബൈ ദ എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് ദ ഈക്വേഷൻ ഇസ് എന്തൊക്കെയാണ്? tau f is equal to C dash plus sigma dash into tan phi dash. ഈ സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് എന്തുവാ? എഫക്റ്റീവ് സ്ട്രെസ് ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ. ഓക്കെ, അപ്പോൾ tau f is the maximum shear stress the soil can take without any failure under the particular normal effective stress sigma dash. ഓക്കെ, ഇതുവരെ ഇഷ്ടപ്പെട്ടോ? ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മോർ സർക്കിളാണ് നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എനി സിസ്റ്റം ഓഫ് ഫോഴ്സസ് അറ്റ് എ പോയിന്റ് ദർ വിൽ ബി 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. ഓക്കെ, അതിനകത്ത് സ്ട്രെസ്സസ് നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ് കാണും. സ്ട്രെസ്സസ് നോർമൽ സ്ട്രെസ് ഇരിക്കും, പിന്നെ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഈ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. ഇതൊന്നും നല്ല ഓർത്ത് വയ്ക്കുക. Okay, the 3 planes are called principal planes. Okay, and are mutually perpendicular to each other. The normal stress acting on this plane is called as a principal stress. അതിൽ മാക്സിമം സ്ട്രെസ് ആണ് നമ്മൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. സ്ട്രെസ് മിനിമം ആയിട്ടുള്ളത് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മോർ സർക്കിൾ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ വെൻ എ ബോഡി ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ എക്സ്റ്റേർണലി അപ്ലൈഡ് സ്ട്രെസ് ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഓൺ എനി പ്ലെയിൻ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോർ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു വയ്ക്കണം. മാക്സിമം ഷിയർ സ്ട്രെസ് tau max is equal to sigma 1 minus sigma 2 divided by 2 ആണ്. sigma 1 minus sigma 3 ആണ് ഡയഗ്രാമിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് 3 ആക്കാം. sigma 1 അതായത് മേജർ പ്രിൻസിപ്പൽ മൈനസ് മൈനർ പ്രിൻസിപ്പൽ ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, ഇത്രയും പോർഷനിലേന്ത് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഇതല്ലേ കിട്ടത്തുള്ളൂ. വാട്ട് ഇസ് ദിസ്? ഇറ്റ് ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ മോർ സർക്കിൾ. അപ്പോൾ അതിൻ്റെ പകുതി ഡിവൈഡ് ബൈ 2 അല്ലേ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് എ റേഡിയസ് ഓഫ് മോർ സർക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മാക്സിമം ഷിയർ സ്ട്രെസ് tau max is equal to ഇതെന്തുവാ? ഡയഗ്രാമിൽ നിന്ന് നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ മോർ സർക്കിൾ. ആ ഫോർമുല കണ്ടുപിടിക്കുന്നത് sigma 1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, ഈ tau max അക്കർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degree ടു ദ പ്രിൻസിപ്പൽ പ്ലെയിൻ. ഓക്കെ, പിന്നെ ദ പോയിന്റ് സി, ഈ പോയിന്റ് ഈ മോർ സർക്കിളിലുള്ള ഈ പോയിന്റ് എന്തുവായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആണ്. ആ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇനി അടുത്ത് സോയിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ലാബ് ടെസ്റ്റ് ഉണ്ട്, ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ലാബ് ടെസ്റ്റിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഉണ്ട്, അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ഉണ്ട്, ട്രൈയാക്ഷ്യൽ കംപ്രഷൻ ടെസ്റ്റ്, ലബോറട്ടറി വാൻ ഷിയർ ടെസ്റ്റ്, സിമ്പിൾ ഷിയർ ടെസ്റ്റ്, ടോർഷണൽ റിംഗ്, പ്ലെയിൻ സ്ട്രെയിൻ, ട്രൈയാക്ഷ്യൽ ടെസ്റ്റ്. ഫീൽഡ് ടെസ്റ്റിനകത്ത് പെനിട്രേഷൻ ടെസ്റ്റും വാൻ ഷിയർ ടെസ്റ്റും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാൻഡിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ട്രൈയാക്ഷ്യൽ ടെസ്റ്റാണ് എല്ലാ സോയിൽക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. UCT ടെസ്റ്റ്, UCT എന്ന് പറയുന്നത് അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ദ ക്ലേ. ഓക്കെ, വാൻ ഷിയർ ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ സോഫ്റ്റ് ക്ലേസിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഫീൽഡ്. ഓക്കെ, ഇനി അടുത്ത ആംഗിൾ ഓഫ് റിപ്പോസ് ആണ്. ഈ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത് ഈ സ്റ്റീപ്പ് ആംഗിൾ മേക്ക് ചെയ്യുന്നില്ലേ, ഇതാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. The steepest angle to which the loose granular material can be piled up. ഇങ്ങനെ പൈൽ ചെയ്ത് വെക്കുമ്പോൾ ഉള്ള ആംഗിളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആംഗിൾ ഓഫ് റിപ്പോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർട്ടിക്കിൾ ഷേപ്പ്, അതായത് റൗണ്ട് ആണോ ആംഗുലർ ആണോ, അതിൻ്റെ സർഫേസ് റഫ്നെസ്, മോയ്സ്ചർ കണ്ടൻറ്റ്, ഡെൻസിറ്റി ആൻഡ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, ഇൻ്റർലോക്കിംഗ് എബിലിറ്റിയിലാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യന് ഒരു കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ പാർട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, സ്മൂത്ത് ആകുമ്പോൾ ഫ്ലാറ്റർ പൈലായിരിക്കും, ആംഗുലർ ആകുമ്പോൾ സ്റ്റീപ്പർ പൈലായിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് റിപ്പോസ് ആംഗുലർ ആണെങ്കിൽ നമുക്ക് സ്റ്റീപ്പർ ആംഗിളാണ് കിട്ടുന്നത്, സ്റ്റീപ്പ് സ്ലോപ്പാണ് കിട്ടുന്നത്. ഓക്കെ, റൗണ്ട് ആയിരിക്കുമ്പോൾ, സ്മൂത്ത് ആൻഡ് റൗണ്ട് ആയിരിക്കുമ്പോൾ അത് അത്രയും ആംഗിൾ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അതിന് വേണ്ടിയാണ്. പിന്നെ ഇത് ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും ഞാൻ കണ്ടതുപോലെ ഓർമ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എഴുതിയത്. പക്ഷേ നിങ്ങളുടെ സിലബസിനകത്ത് ഇത് തന്നിട്ടില്ല, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മാത്രമേ ഡിഫറൻറ്റ് വരുന്നുള്ളൂ. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ റീറ്റെയിനിങ് വാളില്ലേ, ഈ റീറ്റെയിനിങ് വാള് സ്ട്രെച്ച് ആകുമ്പോൾ, ഓക്കെ, ദിസ് സ്റ്റേറ്റ് അക്കേഴ്സ് വെൻ ദ വാൾസ് ടെൻഡ്സ് ടു സ്ട്രെച്ച് ദ സോയിൽ മാസ് ഹൊറിസോണ്ടലി. സോയിൽ മാസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അത് നടക്കുമ്പോൾ റീറ്റെയിനിങ് വാൾ മൂവ്സ് അവേ ഫ്രം ദ ബാക്ക്ഫില്ലിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഓക്കെ, ഇത് പാസീവ് ആണെങ്കിൽ ഇതിവിടെ സ്ട്രെച്ച് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കംപ്രസ് ആവും. ഓക്കെ, പക്ഷേ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ ബാക്ക്ഫിൽ. ഇത് അവേ ഫ്രം ദ ബാക്ക്ഫിൽ, ഇത് ടുവേർഡ്സ് ദ ബാക്ക്ഫിൽ. അപ്പോൾ എന്ന് ഓർത്താൽ മതി. ആക്റ്റീവ് ആണെങ്കിൽ അവേ ഫ്രം ദ ബാക്ക്ഫിൽ. ഓക്കെ, ഇതിലുള്ള ഫോർമുല ഒന്ന് പഠിച്ചു വെക്കണം. KA is equal to 1 - ആദ്യം മൈനസ് ആണ്, അവേ ആണ്, പുറത്തോട്ടാണ് പോകുന്നത്, അപ്പോൾ മൈനസ് ചെയ്യണം. 1 - sin phi divided by 1 + sin phi. ഓക്കെ, പാസീവ് ആയതുകൊണ്ട് 1+ ആണ് മുകളിലോട്ട് വരുന്നത്, താഴെ 1 - ആണ്. ഓക്കെ, ഈ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കത്തില്ലേ, ρGH, അത് ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ റിസൾട്ടൻ്റ് അക്കർ ചെയ്യുന്നത് 2/3 × H ഫ്രം ദ ടോപ്പാണ്. നമ്മുടെ പ്രഷർ ഡയഗ്രാം വെച്ച് നമ്മൾ കണ്ടുപിടിക്കത്തില്ലേ, മുകളിൽ നിന്ന് 2/3 ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ, അത് ആ ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇതോടെ നമുക്ക് മോഡ്യൂൾ 4 കഴിഞ്ഞു. ഓക്കെ.